നിങ്ങളുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണോ, വിൽക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാകും. ആ ഒരു തോന്നൽ ഒരു തരം സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ അത് നിങ്ങളുടെ ആ ഒരു വലിയ സമ്പത്ത് ഇല്ലാതാക്കുന്ന ഒരു കെണിയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൺമുന്നിൽ അപ്രത്യക്ഷമാകുന്നത് കാണുമ്പോൾ ഇനി തിരികെ വന്നില്ലെങ്കിലോ എന്ന ചിന്ത നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടാവാം. ഈ ഇമോഷണൽ റോളർ കോസ്റ്റർ കാരണമാണ് മിക്ക നിക്ഷേപകരും പണം നഷ്ടപ്പെടുത്തുന്നത്. അവർ മോശം സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തത് കൊണ്ടല്ല, മറിച്ച് ഏറ്റവും മോശം സമയങ്ങളിൽ അവയിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ഭയത്തിന്റെ ഒരു നിമിഷം ഒരു അവസരമായിരിക്കാം. ഈ മൊമെന്റിൽ വിൽക്കുന്നവർ അടുത്ത വെൽത്ത് സൈക്കിൾ പെർമനന്റ്ലി മിസ് ചെയ്തേക്കാം. മാർക്കറ്റ് ഇടിയുമ്പോൾ വിൽക്കുന്നത് എന്തുകൊണ്ടും ഒരു തെറ്റായ തീരുമാനമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലും പ്രധാനമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനും കഴിയുമോ എന്ന് ഉറപ്പിക്കാനുമായിട്ട് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചില ലളിതമായിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന ചില സംശയങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എന്തുകൊണ്ടാണ് പേടിച്ചു വിൽക്കുന്നത് ഒരു തെറ്റായ കണക്കുകൂട്ടലാണ് എന്ന് ഞാൻ പറയുന്നത്? വിൽക്കാനുള്ള ആ ഒരു തോന്നൽ വളരെ വളരെ ശക്തമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺട്രോൾ തിരികെ കിട്ടിയതായിട്ടും തോന്നും. എന്നാൽ ചരിത്രവും ഡാറ്റയും നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് എന്ന് കാണാൻ കഴിയും. നമ്മുടെ തലച്ചോറ് അപകടങ്ങളോട് പ്രതികരിക്കാനാണ് ശീലിച്ചിരിക്കുന്നത്. ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ കാണുന്നത് ഒരു സിംഹം ആക്രമിക്കാൻ വരുന്നത് പോലെയാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് നിങ്ങളുടെ പുറകെ ഓടുന്ന ഒരു സിംഹമല്ല. അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ 10 സിംഗിൾ ഡേ ഇടിവുകൾ പരിശോധിച്ചാൽ അതിൽ 9 തവണയും ഒരു വർഷത്തിന് ശേഷം മാർക്കറ്റ് ഉയർന്ന നിലയിലായിരുന്നു എന്ന് കാണാൻ കഴിയും. അത് പലപ്പോഴും 2% വളർച്ചയോടെ ഏറ്റവും മോശം ദിവസം വിൽക്കുന്നത് നിങ്ങളുടെ നഷ്ടം ഉറപ്പിക്കുകയും അതിനുശേഷം വരുന്ന മികച്ച ദിവസങ്ങളിലെ വളർച്ച നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഫിയർ നിങ്ങളെ ഡിസിഷൻ എടുക്കാൻ ഫോഴ്സ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി പ്രോഫിറ്റ് സൈഡിൽ നിൽക്കും. 2020 മാർച്ചിലെ COVID-19 പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയിൽ നമ്മൾ അത് നേരിട്ട് കണ്ടതാണ്. നിഫ്റ്റി 50 സൂചിക ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 38% ഇടിഞ്ഞു. എല്ലായിടത്തും വന്ന് പേടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ അടക്കം വിറ്റ ആളുകൾ ഒരു താൽക്കാലിക കടലാസിലെ ആ നഷ്ടത്തെ ഒരു പെർമനന്റ് നഷ്ടമാക്കി മാറ്റി. എന്നാൽ അന്ന് ക്ഷമയോടെ കാത്തിരുന്നവരും കൂടുതൽ വാങ്ങിയവരുടെയും ഒക്കെ പോർട്ട്ഫോളിയോകൾ റിക്കവർ ചെയ്യുക മാത്രമല്ല മുൻപൊരിക്കലും കാണാത്ത വിധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്തു. നിഫ്റ്റി അതിന്റെ 2020 ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം വർദ്ധിച്ചു. ആ ഭയത്തിന്റെ സമയത്ത് വിൽക്കുന്നത് ആ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു എന്ന പാഠം വ്യക്തമാണ്. മാർക്കറ്റിലെ ഇടിവുകൾ താൽക്കാലികമാണ്, എന്നാൽ പേടിച്ച് വിൽക്കാനുള്ള തീരുമാനം ശാശ്വതമായിരിക്കും. മാർക്കറ്റിനെ പേടിച്ചവർക്ക് മാർക്കറ്റിൽ നിന്ന് റിവാർഡ് കിട്ടില്ല. റീറ്റെയിലേഴ്സ് ഫിയേഴ്സിൽ സെല്ല് ചെയ്യുമ്പോൾ സ്മാർട്ട് മണി പതുക്കെ അക്യുമുലേറ്റ് ചെയ്യും. ഇനി വരുന്ന എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലെ സ്റ്റോക്ക് സെല്ല് ചെയ്യണോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ വിൽക്കുന്നത് തെറ്റായ നീക്കമാണെങ്കിൽ ശരിയായത് എന്താണ്? നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്വന്തം പോർട്ട്ഫോളിയോയുടെ ഒരു ഫിനാൻഷ്യൽ ഡിറ്റക്റ്റീവായിട്ട് നിങ്ങൾ മാറണം. എല്ലാ നഷ്ടങ്ങളും ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ നിക്ഷേപം ഒരു താൽക്കാലിക ഇടിവ് നേരിടുകയാണോ അതോ ഒരു സ്ഥിരമായ ഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ കാണുന്ന 3 പ്രധാന തരം നഷ്ടങ്ങളുണ്ട്. ഒന്നാമതായിട്ട് താൽക്കാലികമായ ഇടിവ്, അതായത് ടെമ്പററി ഡ്രോ ഡൗൺ. ഇത് ഏറ്റവും സാധാരണവും അപകടം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഇടിവാണ്. മാർക്കറ്റ് മൊത്തത്തിൽ ഇടിയുന്നത് കൊണ്ട് മാത്രം ഒരു മികച്ച കമ്പനിയുടെ സ്റ്റോക്ക് വില കുറയുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു മാർക്കറ്റ് സൈക്കിളാണ്, ബിസിനസ് പരാജയമല്ല. 2020 തകർച്ചയുടെ സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. മാർക്കറ്റിനൊപ്പം സ്റ്റോക്കും ഏകദേശം 40% ഇടിഞ്ഞു. അതിന് കാരണം വിപണിയുടെ പേടി മാത്രമായിരുന്നു. എന്നാൽ ബിസിനസ് ശക്തമായിരുന്നു. മാർക്കറ്റ് കരകയറിയപ്പോൾ റിലയൻസ് തിരികെ കയറി വരിക മാത്രമല്ല പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ജിയോയും റീറ്റെയിൽ വിപുലീകരണവും കാരണം അതിന്റെ കോർ ബിസിനസ് ഫുൾ പവറിൽ മുന്നോട്ട് പോയി. 2023 ആയപ്പോഴേക്കും തകർച്ചയ്ക്ക് മുമ്പുള്ള വിലയിൽ നിന്ന് ഏതാണ്ട് 50%-ലധികം നേട്ടം അത് നൽകി. രണ്ടാമതായിട്ട് ബിസിനസിന്റെ ഘടനാപരമായിട്ടുള്ള തകർച്ച അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബിസിനസ് ഡാമേജ്. ഇതിനെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്റ്റോക്ക് വീഴുന്നത് അതിന്റെ ബിസിനസ് തന്നെ തകർന്നത് കൊണ്ടാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഇതിന്റെ ഒരു ക്ലാസിക് ഇന്ത്യൻ ഉദാഹരണമാണ് യെസ് ബാങ്ക്. 2018-നും 2020-നും ഇടയിൽ സ്റ്റോക്ക് 90%-ലധികം തകർന്നു. ഇതൊരു മാർക്കറ്റ് സൈക്കിൾ ആയിരുന്നില്ല. കിട്ടാക്കടങ്ങളുടെയും മാനേജ്മെന്റിലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുടെയും ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രതിസന്ധിയായിരുന്നു. കടം നിയന്ത്രണാതീതമായിരുന്നു. മാനേജ്മെന്റിന് എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു. മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്താലും അടിസ്ഥാന ബിസിനസിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഒടുവിൽ അത് നിഫ്റ്റി 50 സൂചികയിൽ നിന്ന് തന്നെ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടു. നഷ്ടത്തിലാണെങ്കിൽ പോലും ഈ സ്റ്റോക്ക് വിൽക്കുന്നത് ശരിയായ നീക്കമായിരുന്നു. കാരണം തിരിച്ചുവരവ് അസാധ്യമായിരുന്നു. മൂന്നാമതായിട്ട് ഓവർ വാല്യുവേഷനിലെ കറക്ഷൻ. ഇതൊരു ആരോഗ്യകരവും ആവശ്യവുമായിട്ടുള്ള നഷ്ടമാണ്. നിക്ഷേപകർ ഒരു കമ്പനിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സെക്ടറിനെ കുറിച്ചോ അമിതമായിട്ട് ആവേശഭരിതരാകുകയും വിലയെ താങ്ങാനാവാത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ആണ് ഇത്തരത്തിൽ
സംഭവിക്കുക. കമ്പനി മോശമായതുകൊണ്ടല്ല, മറിച്ച് വില വളരെ ഉയർന്നു പോയത് കൊണ്ടാണ് സ്റ്റോക്ക് വീഴുന്നത്. 2022 TCS, ഇൻഫോസിസ് പോലെയുള്ള ഇന്ത്യൻ IT ഭീമന്മാരുടെ കാര്യത്തിൽ നമ്മളിത് കണ്ടതാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ തണുത്തപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഏതാണ്ട് 20-30% കറക്ഷൻ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റ് ക്രാഷുകൾ ഒരിക്കലും നിങ്ങളുടെ വെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യില്ല. നിങ്ങൾ എടുക്കുന്ന പാനിക് ഡിസിഷൻ ആണ് നിങ്ങളുടെ വെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. മാർക്കറ്റിനെ ജയിക്കാനല്ല, പാനിക്കിനെ ജയിക്കാനാണ് റിയൽ ഇൻവെസ്റ്റർ ശ്രമിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം തിരിച്ചറിയുക? നിങ്ങളുടെ കയ്യിലുള്ളത് റിലയൻസ് ആണോ, യെസ് ബാങ്ക് ആണോ, അതോ ഇൻഫോസിസ് ആണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയും? നിങ്ങൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കണം, അതിന് കൃത്യമായിട്ടുള്ള ആൻസറുകൾ കണ്ടെത്തണം. ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിലയിലേക്ക് നോക്കുന്നതിന് പകരം സ്റ്റോക്കിന് പിന്നിലെ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ കൈവശമുള്ളതും നഷ്ടത്തിലുള്ളതുമായിട്ടുള്ള ഏത് സ്റ്റോക്കിനും പ്രയോഗിക്കാൻ കഴിയുന്ന ലളിതമായിട്ടുള്ള 4 ചോദ്യങ്ങളുള്ള ഒരു ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ തരികയാണ്. ഒന്നാമത്തെ ചോദ്യം, ബിസിനസ് അടിസ്ഥാനപരമായിട്ട് വളരുന്നുണ്ടോ? ഒരു നിമിഷത്തേക്ക് സ്റ്റോക്ക് വില മറക്കുക, കമ്പനിയുടെ റിപ്പോർട്ടുകൾ നോക്കുക. റവന്യൂ വളരുന്നുണ്ടോ? പ്രോഫിറ്റ് വളരുന്നുണ്ടോ? ഒരു ആരോഗ്യമുള്ള കമ്പനി കാലക്രമേണ കൂടുതൽ വിൽക്കുകയും കൂടുതൽ സമ്പാദിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് റിലയൻസ് അതിന്റെ പുതിയ സംരംഭങ്ങളുടെ പിൻബലത്തിൽ ആ കാലഘട്ടത്തിൽ ഉടനീളം അതിന്റെ വരുമാനം ശക്തമായിട്ടുള്ള വേഗത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ വിൽപ്പന വർഷം തോറും മാറ്റമില്ലാതെ തുടരുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകട സൂചന തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, കമ്പനിയുടെ കടം നിയന്ത്രണത്തിലാണ്. വളരുന്ന കമ്പനിക്ക് കടം ഒരു റോക്കറ്റ് ഇന്ധനം പോലെയാണ്, എന്നാൽ അമിതമായിട്ടുള്ള കടം ഒരു ബോംബ് പോലെ അപകടകരവുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഖ്യയാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. മിക്ക സാമ്പത്തികേതര കമ്പനികൾക്കും ഇത് 1-ൽ താഴെ ആയിരിക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. കുറഞ്ഞ കടമുള്ള ഒരു കമ്പനിക്ക് ഒരു സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ITC പോലെയുള്ള സ്ഥിരതയുള്ള ഒരു ബ്ലൂ ചിപ്പിന് ഏകദേശം 0 ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അതിന് കോട്ട പോലെയുള്ള ഒരു ബാലൻസ് ഷീറ്റ് നൽകുന്നുണ്ട്. ഇതിന് വിപരീതമായിട്ട് 2023 അദാനി ഗ്രൂപ്പിലെ ചില കമ്പനികൾക്ക് സംഭവിച്ചത് ചിന്തിക്കാൻ ഉയർന്ന കടബാധ്യതയെ കുറിച്ചുള്ള ആശങ്കകൾ തന്നെ വലിയ ഇടിവിന് കാരണമാക്കി. മൂന്നാമത്തെ ചോദ്യം, മാനേജ്മെന്റ് വിശ്വസിക്കാവുന്നതും കഴിവുള്ളവരുമാണ്. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു ചോദ്യമാണ്. കമ്പനി നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവർക്ക് സത്യസന്ധതയുടെയും മികച്ച തീരുമാനങ്ങൾ എടുക്കലിന്റെയും ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഉദാഹരണത്തിന് ടാറ്റ ഗ്രൂപ്പ് അതിന്റെ മികച്ച കോർപ്പറേറ്റ് ഭരണത്തിന് പേരുകേട്ടതാണ്. TCS പോലുള്ള കമ്പനികളുടെ നിക്ഷേപങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതും അതുകൊണ്ടാണ്. മറുവശത്ത് യെസ് ബാങ്കിന്റെ തകർച്ച ഒരു മാനേജ്മെന്റ് ഫെയിലിയർ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാനും കഴിയും. നാലാമത്തെ ചോദ്യം, കമ്പനിയുടെ വ്യവസായ മേഖലയ്ക്ക് ഭാവിയിൽ വളർച്ചാ സാധ്യതയുണ്ടോ? ഒരു മികച്ച കമ്പനിക്ക് പോലും അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും ഉണ്ടാകില്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാറ്റ് വീശുന്ന കമ്പനികളിലാണ് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. ഉദാഹരണത്തിന് ഇന്ത്യൻ IT സെക്ടർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റലൈസേഷൻ, AI തുടങ്ങിയ ആഗോള ട്രെൻഡുകളിൽ നിന്ന് നേട്ടമുണ്ടാകും. ഇത് ഇൻഫോസിസ്, HCL ടെക് തുടങ്ങിയ കമ്പനികൾക്ക് ഒരു ശക്തമായിട്ടുള്ള ടെയിൽവിൻഡ് നൽകുകയും ചെയ്തു. അതേസമയം കുറഞ്ഞു വരുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ കനത്ത നിയന്ത്രണങ്ങൾ നേരിടുന്ന സെക്ടറിലെ കമ്പനികൾക്ക് അത് എത്ര നന്നായി മാനേജ് ചെയ്താലും വളരാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഓരോ സ്റ്റോക്കിനും ഈ 4 ചോദ്യങ്ങളുള്ള ഫ്രെയിംവർക്ക് പ്രയോഗിക്കുന്നതിന് കുറച്ച് ടൈം ആവശ്യമാണ്, അതുപോലെ തന്നെ പരിശ്രമം ആവശ്യമാണ്. ഈ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് കമ്പനികളെ കുറിച്ച് ആഴത്തിൽ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തായിട്ട് ക്ഷമയുടെയും കോമ്പൗണ്ടിങ്ങിന്റെയും ശക്തി. നിങ്ങളുടെ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുകയും നിങ്ങളുടെ കയ്യിലുള്ളത് താൽക്കാലികമായിട്ട് വില കുറഞ്ഞതും എന്നാൽ നല്ല പെർഫോമൻസ് ഉള്ളതുമായിട്ടുള്ള ബിസിനസ്സുകളാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസമേറിയ ഭാഗം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ചെയ്യാനുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ കാര്യം. പവർ ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കണം. സമ്പത്ത് സൃഷ്ടിക്കുന്നതിന്റെ എഞ്ചിനാണ് കോമ്പൗണ്ടിങ്. അത് ദീർഘകാലത്തേക്ക് മാത്രമേ പ്രവർത്തിക്കൂ. ഇവിടെ ചരിത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ വഴികാട്ടി. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം സെൻസെക്സ് 60% ഇടിഞ്ഞു. എന്നാൽ 2015 ആയപ്പോഴേക്കും ആ നഷ്ടം വീണ്ടെടുക്കുക മാത്രമല്ല ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് 275% അധിക നേട്ടം നൽകുകയും ചെയ്തു. ക്ഷമയോടെ കാത്തിരുന്ന ഓരോ നിക്ഷേപകനും പ്രതിഫലം കിട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. കാലാകാലങ്ങളായിട്ട് ഇന്ത്യൻ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനഫിറ്റ് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനർത്ഥം നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിർത്തണം എന്നാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ പോർട്ട്ഫോളിയോ പരിശോധിക്കുന്നത് നിർത്തുക. നിങ്ങൾ ഡയറ്റിലായിരിക്കുമ്പോൾ ഓരോ മണിക്കൂറിലും നിങ്ങൾ ഭാരം നോക്കുന്നത് പോലെയാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ദിവസേനയുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. അവരുടെ ലക്ഷ്യങ്ങളെയും സമയപരിധിയും റിസ്ക് എടുക്കാനുള്ള കഴിവിനെയും നിങ്ങളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തം പ്ലാനിലും നിങ്ങളുടെ കയ്യിലുള്ള ബിസിനസ്സുകളുടെ ഗുണനിലവാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണ്. നിങ്ങൾ അനുഭവപ്പെടുന്ന ഭയം യാഥാർത്ഥ്യവും ന്യായവുമാണ്. എന്നാൽ വിൽക്കാൻ നിങ്ങളോട് പറയുന്ന ഓരോ തോന്നലും ഓരോ കെണിയാകാനാണ് സാധ്യത. പരിഭ്രാന്തരാകുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലേ ബുക്ക് ഉണ്ട്. മാർക്കറ്റിലെ ഇടിവുകൾ സാധാരണമാണെന്നും പേടിച്ച് വിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനെ നശിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുക. ഒരു മികച്ച കമ്പനിയിലെ താൽക്കാലിക ഇടിവും പരാജയപ്പെടുന്ന ഒന്നിലെ സ്ഥിരമായിട്ടുള്ള തകർച്ചയും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാമെന്ന് നിങ്ങൾക്കറിയാം. ചോദിക്കേണ്ട 4 നിർണായക ചോദ്യങ്ങൾ ഇപ്പോൾ
ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ട്. ബിസിനസ് വളരുന്നുണ്ടോ? കടം നിയന്ത്രണാതീതമാണോ? മാനേജ്മെന്റ് വിശ്വസ്തരാണോ? അതിന്റെ ഇൻഡസ്ട്രി ഭാവിക്കായിട്ട് സജ്ജമായിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭയത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു സ്ട്രോങ് പൊസിഷനിലേക്ക് മാറുന്നു. വിശ്വസിക്കുക, പവർ ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങൾക്കായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾ സെല്ല് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്ന ഈ ഡിസിഷൻസ് ഫ്യൂച്ചറിൽ നിങ്ങളെ സെൽഫ് റെസ്പെക്ടോടെ നന്ദി പറയും. യഥാർത്ഥ ഇൻവെസ്റ്റിംഗ് മാർക്കറ്റിനെ ജയിക്കാനല്ല, പാനിക്കിനെ ജയിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ 4 ചോദ്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നുന്നത്? ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നൽകിയെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.